മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി നിലാവിൻ്റെ കുളിരു കോരി നിറുകയിൽ അരുമയായി തുടങ്ങതാരോ മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ മഴക്കാലമൊക്കെ ആണല്ലോ അല്ലേ, അപ്പോൾ ഭയങ്കര പകർച്ചവ്യാധികളൊക്കെ ഉള്ള സമയമാണ്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കണം. പനി, കൊറോണ, നിപ്പ ഒക്കെ ഉള്ള സമയമാണിപ്പോൾ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. അതൊക്കെയാണ് ഇപ്പോൾ പറയാനുള്ളത്. അപ്പോൾ പിന്നെന്താ, ഞാൻ കുറച്ചായി ഇങ്ങനെ ഒരു ഏതെങ്കിലും ഒരു ആളെക്കുറിച്ച് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ വീഡിയോ ആയിട്ട് ഇട്ടിട്ട്, അപ്പോൾ ഇന്ന് ഏതായാലും അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പാട്ട് കേട്ടപ്പോഴേ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഏകദേശമൊക്കെ. ജോൺസൺ മാഷിനെ കുറിച്ചാണ്. അദ്ദേഹം ഒട്ടനവധി പാട്ടുകൾ മലയാളത്തിൽ ചെയ്തിട്ടുണ്ട്. പത്മരാജൻ സാറിൻ്റെ കൂടെ, പിന്നെ അങ്ങനെ ഭരതൻ സാറിൻ്റെ കൂടെയൊക്കെ ഒരുപാട് പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ച് പാട്ടുകൾ, ഒരു 5-6 പാട്ടുകൾ മാത്രം നിങ്ങൾക്ക് വേണ്ടിയിട്ട് പാടാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ പാട്ടിലേക്ക് പോവാം. ജോൺസൺ മാഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അദ്ദേഹം 1953 മാർച്ച് 26 ജനിച്ചത്. തൃശ്ശൂരിലായിരുന്നു ജനനം. ഏകദേശം 2011 അദ്ദേഹം മരിച്ചെന്ന് എനിക്ക് തോന്നുന്നു. ചെന്നൈയിൽ വെച്ചിട്ടായിരുന്നു അദ്ദേഹം നമ്മളോടൊക്കെ വിട പറഞ്ഞത്. മലയാള സിനിമയിലെ ഒരു മുതൽക്കൂട്ട് തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കേൾക്കാൻ തന്നെ എന്ത് രസമായിരുന്നു. ഒട്ടേറെ പ്രണയഗാനങ്ങളും വിരഹഗാനങ്ങളും ഒക്കെ അദ്ദേഹത്തിൻ്റെ സംഭാവനയായിരുന്നു മലയാള സിനിമയ്ക്ക്. അതിൽ ഒരു പാട്ട് അങ്ങനെ നല്ലൊരു പ്രണയഗാനം, അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ, അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ, ഒരു രാഗമാലയായി നീ ഇതു നിന്റെ ജീവനിൽ അണിയോ അണിയോ അഭിലാഷപൂർണിമേ, അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ. ഇത്ര മനോഹരമായിട്ടാണല്ലേ അദ്ദേഹം ഇതിന് സംഗീതം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കല്യാണി രാഗത്തിലാണ് ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ പൂവച്ചൽ ഖാദറിൻ്റെ വരികൾക്ക് ആണ് ഇത്. പിന്നെ ഒരു കുടക്കീഴിൽ എന്ന സിനിമയിലെ പാട്ടാണ് ഇത്. വേണു നഗവള്ളി മാധവിയൊക്കെ അഭിനയിച്ച ഒരു സിനിമയിലെ പാട്ടാണ്. പിന്നെ സൗണ്ടൊക്കെ കുറച്ച് അടഞ്ഞിരിക്കുകയാണ്. ജലദോഷം പിടിച്ചിട്ട് ഒരു 3-4 ദിവസമായി. അപ്പോൾ തൊണ്ട ക്ലിയറായി വരുന്നതേ ഉള്ളൂ. തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ സവിനയും ക്ഷമിക്കണം. ഇനി അടുത്ത പാട്ട് എന്ന് പറയുന്നത് 1986 പുറത്തിറങ്ങിയ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്നുള്ള ഒരു മൂവി ഉണ്ടല്ലോ. അത് അന്നത്തേക്ക് വൻ ഹിറ്റായിരുന്നു അല്ലേ. അപ്പോൾ ആ മൂവിയിലെ ഒരു പാട്ടാണ് ദാസേട്ടൻ പാടിയ പാട്ട്. ആകാശമാകെ കണിമലർ കതിരുമായി പുലരിപ്പോയി വരൂ, ആകാശമാകെ കണിമലർ കതിരുമായി പുലരിപ്പോയി വരൂ, പുതുമണ്ണിനു പൂവിടാൻ കൊതിയായി നീ വരൂ, ആകാശമാകെ ലാ 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 ലാ. അങ്ങനെ നല്ല രസമുള്ളൊരു കുറച്ച് ഫാസ്റ്റായിട്ടുള്ളൊരു നല്ലൊരു പാട്ടാണ് ഇത്.
ഇനി വേറൊരു പാട്ട് എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയൊക്കെ അഭിനയിച്ച അർത്ഥം എന്നുള്ള സിനിമയിലുള്ള ഒരു പാട്ടാണ്, കുറച്ച് പഴയതാണ്. നീളെ മണിമുകിലിനുള്ളിൽ തുടിയുണരും നേരം തിങ്കൾ കലമാനോടുമ്പോൾ ദൂരെ കണ്ടാൽ മനമലിയും ചന്ദ്രകാന്തക്കല്ല്, ദൂരെ കണ്ടാൽ മനമലിയും ചന്ദ്രകാന്ത കല്ല്, ശ്യാമാംബരം. ഇനി 1983 പുറത്തിറങ്ങിയ കൂടെവിടെ എന്നുള്ള സൂപ്പർ ഹിറ്റ് മൂവിയിലെ ഒരു പാട്ടാണ് അടുത്തത്. അത് റഹ്മാൻ സാർ, അതായത് നമ്മുടെ ആക്ടർ റഹ്മാൻ സാറ് ആദ്യമായി അഭിനയിച്ച സിനിമയാണ്. അപ്പോൾ അതിൽ ജാനകിയമ്മ പാടിയ നല്ലൊരു പാട്ടുണ്ട്. അത് സ്റ്റേജ് ഷോകളിലൊക്കെ ഞാൻ ഒരുപാട് പാടിയിട്ടുണ്ട്. ഞാൻ പാടാൻ പോയ കാലത്തൊക്കെ ഒരുപാട് പാടിയിട്ടുണ്ട്. ആടിവാ കാറ്റേ പാടിവാ കാറ്റേ ആയിരം പൂക്കൾ നുള്ളിവാ, അന്തിപ്പൂമാനം പൊന്നൂഞ്ഞാലാട്ടും മന്ദാര പൂക്കൾ നുള്ളിവാ, കാണാ തിരുമുറിവുകളിൽ തൂകും കുളിരമൃതായി, തിരുമുറിവുകളിൽ തൂകും കുളിരമൃതായി, കരളിൽ നിറയും കളരവമായി പൂങ്കാറ്റേ ലാ ലാ ലാ, ആടിവാ കാറ്റേ പാടിവാ കാറ്റേ ആയിരം പൂക്കൾ നുള്ളിവാ, ലാ 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 ലാ. ഉണ്ണിക്കിനാവിൻ ചുണ്ടിൽ പൊന്നും തേനും ചാലിച്ചു, ആരുടേതോതുമായി ആടും മേഘമഞ്ചലിൽ. അങ്ങനെ പോകും. നല്ലൊരു സൂപ്പർ മെലഡി സോങ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പറഞ്ഞാൽ നമുക്ക് പറഞ്ഞാൽ തീരുമില്ല കേട്ടോ. അപ്പം അത്രയും പാട്ടുകൾ അദ്ദേഹം മ്യൂസിക് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലെന്താ, ഇനിയൊന്നു പാടൂ ഹൃദയമേ, ഇനിയൊന്നു പാടൂ ഹൃദയമേ, അത് പവിഴം പോൽ പവിഴാധരം പോൽ. പിന്നെ വെള്ളിത്തിങ്കൾ പൂങ്കിണ്ണം തുള്ളിത്തൂവും, മേലെപ്പറമ്പിലാണ് വീടെന്നുള്ള ആ മൂവിയിൽ. പിന്നെ മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി ആ പാട്ട്. പിന്നെ ഏതാണ്, അറിയാതെ അറിയാതെ. പിന്നെ പക്ഷേ എന്നുള്ള മൂവിയിലെ മോഹൻലാലും നമ്മുടെ ശോഭൻ ചേച്ചിയൊക്കെ അഭിനയിച്ച ആ സിനിമയിൽ സൂര്യാംശുവോരോ വയൽ പൂവിലും വൈരം പതിക്കുന്നുവോ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ് കേട്ടോ ആ പാട്ട്. പിന്നെ കേളി എന്നുള്ള മൂവിയിൽ താരം വാൽക്കണ്ണാടി നോക്കി നിലാവ് ചൂടി ദൂരെ ദൂരെ താരം എന്നുള്ള പാട്ട്. പിന്നെ താനേ പൂവിട്ട മോഹം ആ ഒരു പാട്ട്. പിന്നെ പാതിമേയ് മറഞ്ഞതെന്തേ സൗഭാഗ്യതാരമേ. അപ്പോൾ നമുക്ക് ഈ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ തന്നെ നല്ല പ്രണയാർദ്രമായിട്ടുള്ള പാട്ടുകളാണ് അദ്ദേഹം കൂടുതലായിട്ട് മ്യൂസിക് ചെയ്തിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ജോൺസൺ മാഷിനെ ഇഷ്ടപ്പെടാത്തവരാരുമില്ല. സംഗീതത്തിനെ സ്നേഹിക്കുന്നവർ എന്തായാലും ജോൺസൺ മാഷിൻ്റെ പാട്ടുകൾ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ജോൺസൺ മാഷിൻ്റെ പാട്ടുകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യണം. ഈ എളിയ കലാകാരിയെ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ ഏതായാലും ഇത്രയേ ഉള്ളൂ എൻ്റെ കുഞ്ഞു വീഡിയോ. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ടാറ്റാ.